എന്താണ് അഭിലാഷേ, ഇങ്ങനെയൊക്കെയാണോ ചോദ്യം ചോദിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു CPM കേഡറിനോട്, കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്ന അതേ ലാഘവത്തിലൊക്കെ ചോദ്യം ചോദിച്ചാൽ മറുപടികൾ അത്ര ലളിതമായിരിക്കില്ല. പാർട്ടി സമ്മേളന വേദിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനോട് മാതൃഭൂമിയുടെ മുതിർന്ന അവതാരകനായിട്ടുള്ള അഭിലാഷ് മോഹൻ്റെ ചോദ്യത്തിന് കിട്ടിയ മറുപടിയാണ്. ഈ പാർട്ടിക്ക് മുകളിൽ അല്ല ആരുമെന്ന് ദൃഢതയോടുകൂടി റിയാസ് പറയുമ്പോൾ അത് തെളിയിക്കുന്നത് വ്യക്തി എന്നതിനപ്പുറം പ്രസ്ഥാനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന കാര്യം തന്നെയാണ്. അതൊക്കെ അനാവശ്യം, അതിനൊന്നും ഉത്തരം പറയുന്നത്. പാർട്ടിയാണ് ഏറ്റവും വലുത്, വിഭാഗീയത ഇല്ല. പാർട്ടിയാണ് ഏറ്റവും വലുത്, പാർട്ടിക്കപ്പുറത്ത് ആരുമില്ല. അത് അഭിലാഷിനെ പോലെ ഒരാൾ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. നമ്മളൊക്കെ വെറും എന്താ പറയുക, ഒന്നുമില്ല, പാർട്ടിക്ക് അപ്പുറത്ത് ഒന്നുമില്ല. പാർട്ടിയാണ് എല്ലാം. ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയാണ് എല്ലാം. ഞാൻ ഈ പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടുള്ള ഘടകമായ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച് പാർട്ടി പ്രവർത്തനം നടത്തിയയാളാണ്. പാർട്ടിയാണ് ഞങ്ങൾക്കെല്ലാം. പാർട്ടി പതാകയ്ക്ക് താഴെയാണ് ഞങ്ങളെല്ലാവരും. പാർട്ടിയാണ് ഞങ്ങൾക്കെല്ലാം. കേട്ടില്ലേ? ഓരോ ഇടത് കേഡർമാർ ഓരോ പദവിയിൽ എത്തിക്കഴിഞ്ഞാലും അത് പാർട്ടി നൽകിയ ഒരു പദവി മാത്രമാണ്, താൽക്കാലികമായിട്ടും. അതിനുശേഷം അടുത്ത ആളെ ആ പദവിയിലേക്ക് നിയോഗിക്കും. അപ്പോൾ എന്താണോ അടുത്ത ചുമതല പാർട്ടി നിശ്ചയിക്കുന്നത്, ചിലപ്പോൾ ഒരധികാരവുമില്ലാത്ത സാധാരണ നേതാവായി തുടരേണ്ടി വരും. അപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ തന്നെ നിലകൊള്ളേണ്ടി വരും. അതിനെക്കുറിച്ചൊക്കെ കേരളത്തിലെ ചില മാപ്രകൾക്ക്, അഭിലാഷിനെ പോലുള്ളവർക്ക് അതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ബാക്കിയുള്ള പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്തോ ഈ കസേരയിൽ എത്തിക്കഴിഞ്ഞാൽ ആജീവനാന്തം അവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാരെ കണ്ടു വളർന്ന മാധ്യമങ്ങൾക്ക് അതങ്ങോട്ട് ദഹിക്കാൻ വലിയ പാടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ചോദ്യത്തിനാണ് പാർട്ടി പതാകയെ മുൻനിർത്തി പറഞ്ഞ വാചകം ഏറെ ശ്രദ്ധേയമാകുന്നത്. ഒരു കേഡർ എന്നുള്ള നിലയ്ക്ക് അധികാര പദവികൾക്കപ്പുറം എങ്ങനെയാണ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി റിയാസ് പ്രവർത്തിക്കുന്നതെന്നും ആ പ്രസ്ഥാനത്തോട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂറും വെളിവാക്കുന്ന വാചകമായിരുന്നു അത്. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ഓരോ വാർത്തയ്ക്ക് ഓരോ നേതാക്കന്മാരടുത്ത് സമീപിക്കുമ്പോൾ ലക്ഷ്യം മറ്റൊന്നാണ്, ഹോട്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ അത്രത്തോളം ഹോട്ടാകില്ല. ചോദ്യങ്ങൾക്ക് മുന്നിൽ ചാടിപ്പോകുന്നവരല്ല, വളരെ മിതത്തോടെ വിഷയങ്ങളെ മനസ്സിലാക്കി അഭിപ്രായ പ്രകടനം നടത്തുന്നവരാണ് ഇടതുപക്ഷക്കാർ എന്ന് തെളിയിക്കുന്നതാണ് റിയാസിൻ്റെ ഈ മറുപടി. ചോദ്യം ചോദിച്ച അഭിലാഷമൊന്ന് ചൂളിപ്പോയി എന്നുള്ളതാണ് വസ്തുത.